എന്താ ഡൂപ്പേത്? ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസാണോ? അല്ല തിരുമേനി, ഇതേതോ TV ചാനലിന്റെ ഓഫീസാണ്. ഇവിടെ എന്താ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഏടോ, എന്താ ഇവിടെ നടക്കണ പരിപാടി? പരിപാടി ഇവിടെയല്ല, ആ സ്റ്റുഡിയോയിലാണ്. ഞങ്ങൾ ഈ രാഷ്ട്രീയക്കാരുടെ ഒരു റിയാലിറ്റി ഷോയുടെ ഷൂട്ടിംഗാണ്. തിരുമേനി, ഇപ്പൊ ചാനലുകൾ തുറന്നു കഴിഞ്ഞാൽ റിയാലിറ്റി ഷോ മാത്രമേ ഉള്ളൂ. ഇനി രാഷ്ട്രീയക്കാർ കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അവർക്ക് പിടിച്ച് റിയാലിറ്റി പനി. ഏടോ ഡൂപ്പേ, ലോകത്തിലുള്ള എല്ലാ ജീവികളുടെ പേരിലും ഇവിടെ പനി ഇറങ്ങിയിട്ടുണ്ട്. ഡെങ്കിപ്പനി, ചിക്കൻ കുനിയ, പന്നിപ്പനി, അങ്ങനെ ഒരുപാട് തരം പനികളാ. തിരുമേനി, ഈ പനികൾ മുഴുവൻ വരുന്നത് മനുഷ്യർക്കാണ്. പക്ഷെ മനുഷ്യന്റെ പേരിൽ മാത്രം ഒരു പനിയും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഉണ്ടല്ലോ, ഏത് പനി? ആന്ത്രാക്സ്. അത് കന്നുകാലികൾക്ക് വരുന്നതല്ലേ തിരുമേനി? ഏടോ ഡൂപ്പേ, ഇപ്പോഴത്തെ മനുഷ്യന്മാരുടെ അവസ്ഥ കന്നുകാലികളെക്കാൾ കഷ്ടപ്പെടൂ. അതേ തിരുമേനി, പക്ഷെ മറ്റുള്ള പനികൾ പോലെയല്ല ഈ റിയാലിറ്റി പനി. പിടിച്ചാൽ ഒരു കൊല്ലപ്പോക്ക. മറ്റുള്ള പനികൾ വായുവിലൂടെയും വെള്ളത്തിലൂടെയും പകരുമ്പോ ഈ പനി സാറ്റലൈറ്റിലൂടെയാണ് പകരുന്നത്. എന്നാൽ നമുക്ക് പോയി ഇവന്മാരുടെ ഈ റിയാലിറ്റി പനിപ്പരിപാടി ഒന്ന് കണ്ടാലോ? കാണാൻ തിരുമേനി. ഹായ്, വെൽക്കം ടു പൊളിറ്റിക്കൽ സ്റ്റാർ സിംഗർ 2009. നമസ്കാരം. എല്ലാവർക്കും പൊളിറ്റിക്കൽ സ്റ്റാർ സിംഗറിലേക്ക് ഹാർദമായ സ്വാഗതം. പാർട്ടിയിൽ നിന്നും പിരിഞ്ഞുപോയവരെ തിരിച്ചെടുക്കാനുള്ള യോഗ്യതാ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടാം. നമ്മുടെ ഫസ്റ്റ് ജഡ്ജ് അന്തപ്പൻ സർ. നമസ്കാരം. Our second judge for the show is Sri Thoman Chandi sir. നമസ്കാരം. നമസ്കാരം സർ, അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പാർട്ടിസിപ്പന്റിനെ വിളിക്കാം. ചുരുളീധരൻ. രാഷ്ട്രീയ ഭീഷ്മാചാര്യനായ അച്ഛന്റെ പിന്തുണയുമായി പൊളിറ്റിക്സ് സംഗീത രംഗത്തേക്ക് കടന്നുവന്ന യുവകോമ. അച്ഛന്റെ കാലടികൾ പിന്തുടർന്ന് വർഷങ്ങളോളം നടന്നു. പിന്നീട് എപ്പോഴോ ശ്രുതിയും താളവും പിഴച്ച് തന്നിഷ്ടപ്രകാരം വഴിതെറ്റിപ്പോയ കുഞ്ഞാട് ഇതാ പഴയ ചിരിയും പുതിയ നമ്പറുകളുമായി വീണ്ടും. വായി കുച്ചാണ്ട് പ്രാണം കത്തണുമ്മ, വായേല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമ്മ. സീറ്റ് ചോദിച്ചപ്പോ അച്ഛൻ കീറ് തന്നല്ലോ, ആ കീറ് കെട്ടിയപ്പോ എന്റെ വീറും പോയല്ലോ. Mr. Churlitharan, please welcome on stage. Hi Churlitharan sir. Hi. ഇന്ന് അവസാനമാണല്ലോ. ആരുടെ? അല്ല, ഈ മത്സരത്തിന്റെ അവസാനമാണല്ലോ. പെർഫോമൻസും SMS നോക്കിയിട്ട് അവർ തീരുമാനിക്കുന്ന പാർട്ടിയിലെ തിരിച്ചെടുക്കണോ വേണ്ടയോന്ന്. മോനെ ചുരു, കുറച്ചു കാലം മുമ്പ് മോൻ DCC രാഗത്തിൽ ഒരു കീർത്തനം പാടിയല്ലോ. എന്നിട്ട് എന്തു പറ്റി? അത് ചീറ്റിപ്പോയി. മോൻ അത് കഴിഞ്ഞിട്ട് വൈദ്യുത താളത്തില് ഒരു കീർത്തനം പാടി, അത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. ഇപ്പൊ ഇനി ഏത് രാഗത്തിലാ മോൻ പാടാൻ പോകുന്നത്? ഞാനിപ്പോ NSP രാഗത്തില് ഒരു അവതാളം പാടിയ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. അതെങ്കിലും ചീറ്റാതെ പൊട്ടാൻ ശ്രമിക്കണം, അല്ല പാടാൻ ശ്രമിക്കണം. ഓക്കെ സർ, നമുക്ക് നമ്മുടെ മത്സരം തുടങ്ങാം. മോഹൻലാലിന് ഈ ലഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്തതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മോശമായി പോയെന്ന് മാത്രമല്ല, വളരെയധികം മോശമായി പോയി. പട്ടാള സിനിമകൾ അഭിനയിച്ച മോഹൻലാലിനെ നിങ്ങൾ പട്ടാളത്തിലെടുത്തെങ്കിൽ എന്തുകൊണ്ട് മമ്മൂട്ടിയെ CBI എടുത്തില്ല? സുരേഷ് ഗോപിയെ നിങ്ങൾ കമ്മീഷണറാക്കും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, കുറെ സിനിമകളിൽ ദിലീപ് കള്ളനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ അയാളെ കള്ളനാക്കും? പറ. ചുള്ളി, പ്രഭാതത്തിൽ തുടങ്ങുന്ന ഒരു പാട്ട് പാടും. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യ പ്രപദ്യതേ, ഉത്തിഷ്ഠ നരജാസ്തൂല കൗസല്യം മംഗളം ഗുരു. ഇതിലെവിടെയാ പ്രഭാതം? ഇതിലെ സന്ധ്യ മാത്രമേ ഉള്ളൂ. ഇതില് പ്രഭാതമില്ല, പക്ഷെ എല്ലാ അമ്പലങ്ങളിലും പ്രഭാതത്തിൽ ഞാൻ കേൾക്കണ പാട്ടിതാ. മോനൊരു കാര്യം ചെയ്യൂ, നല്ല മഞ്ഞുള്ള ഒരു പാട്ട് പാടും. മഞ്ഞുള്ള പാട്ടല്ലേ? അതെ. എവിടെയാ മഞ്ഞ്? ഊട്ടിയില് മഞ്ഞിലെന്ന് പറഞ്ഞാ ഞാൻ സമ്മതിക്കില്ല. ശരി, ഞാൻ ഒരു 10 പേർക്ക് കിട്ടും. അതിത്തിരി കൂടി പോയി. എന്നാ പിന്നെ 5 ആക്കാം.
അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മാർക്ക് കുറച്ചത് ഇത്തിരി കൂടിപ്പോയിന്ന്. ഇനി ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. ഞങ്ങൾ അതിവേഗത്തിൽ ചോദിക്കും, നിങ്ങളെ ബഹുദൂരത്തിൽ ഉത്തരം പറയാം. ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന കാര്യം? പരാജയം. ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്? പരാജയം. ഓർക്കാൻ ഇഷ്ടപ്പെടാത്തത്? പരാജയം. എപ്പോഴും ഓർമ്മയിൽ തെളിയുന്നത്? പരാജയം. മറ്റുള്ളവരിൽ കാണാൻ ഇഷ്ടപ്പെടുന്നത്? അത് പരാജയം. മറ്റുള്ളവർ തിരിച്ചു തന്നിട്ടുള്ളത്? അതും പരാജയം. ഇത് വെറും പരാജയമല്ല, ലോക പരാജയമാണ്. യജ്ഞം. ഓക്കെ സർ, മത്സരം ഏതായാലും അവസാനിക്കുകയാണ്. നമുക്ക് മാർക്സിന്റെ സ്റ്റാറ്റസ് നോക്കാം. ശ്രീ അന്തപ്പൻ സർ. വളരെ വീക്കായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു, എങ്കിലും ഞാനൊരു 20 മാർക്ക് കൊടുക്കുന്നു. ഈശ്വര. എന്നിട്ട് അതിൽ നിന്നൊരു 5 മാർക്ക് കുറയ്ക്കുന്നു. അപ്പൊ ടോട്ടൽ മാർക്സ് 15. ടോമൻ സർ പ്ലീസ്. മോനെ ചുരുളിതര, എന്തോ? മോൻ എന്ത് പ്രതീക്ഷിക്കുന്നു? ഞാന് ഒരുപാടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് പറയാലോ. ഇപ്പൊ എനിക്ക് വേണ്ടത് നിങ്ങളുടെ കരുണ. അതല്ല പറഞ്ഞത്, മാർക്ക്. അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും ഒരു 100ൽ 100എങ്കിലും കിട്ടിയാ കൊള്ളാം. അത് അത്രയൊന്നും തരാൻ പറ്റത്തില്ല. 100ൽ 90. ഗുരുവായൂരപ്പാ. 90 കുറച്ചിട്ട് ബാക്കിയെടുത്തു. അപ്പൊ ചുരുളിധരന്റെ ടോട്ടൽ മാർക്സ് 25 ഔട്ട് ഓഫ് 100. വളരെ മോശമായിരിക്കുന്നു. 50%നേക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിലേ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കൂ. കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. എനിക്ക് പാർട്ടിയിലേക്ക് തിരിച്ചു കയറണമെങ്കിൽ നിങ്ങളുടെ വിലയേറിയ SMS വേണം. SMS ചെയ്യേണ്ട ഫോർമാറ്റ് UDF സ്പേസ് ചുള്ളൻ, CHU ഉള്ളൻ. ഇനി നമുക്ക് SMS കൗണ്ട് നോക്കാം. 50,000നേക്കാൾ കൂടുതൽ SMS ലഭിച്ചാലേ ഇനി പ്രവേശന സാധ്യതയുള്ളൂ. ചുരുളിധരന് ലഭിച്ചിരിക്കുന്നു 59,695. Congratulations, Mr. ചുരുളിധരൻ. താങ്ക് യു. ഈ മത്സരത്തിൽ ചുരുളിധരൻ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ചുരുളിധരൻ എന്ത് തോന്നുന്നു? സന്തോഷായി, ഭയങ്കര സന്തോഷായി. അതെന്താണെന്നറിയോ? പാർട്ടിയിൽ കയറിയതിലല്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ ഇവിടെ ഒന്നും നടക്കില്ലെന്ന് എന്റെ അച്ഛനൊരു അബദ്ധ ധാരണയുണ്ടായിരുന്നു. ഇപ്പൊ അച്ഛൻ മനസ്സിലാക്കട്ടെ, ഞാൻ ഒറ്റയ്ക്ക് നിന്നാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. അച്ഛനോ? അതേടാ അച്ഛൻ. എന്തായാലും അച്ഛൻ വന്നത് നന്നായി. അച്ഛൻ ഇതൊക്കെ കാണണം. കണ്ടോ, 59,000 ചില്ലുവാൻ SMS ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അച്ഛന്റെ ഒരു സഹായവും എനിക്ക് വേണ്ട. അത് നിന്റെ തോന്നല. കേറി വാടാ മക്കളെ, നീ കുഞ്ചോടാ, അവ കാണട്ടെ. എന്താ ഇത്? അച്ഛൻ ആക്രി കച്ചവടവും തുടങ്ങിയ. മോനെ, ഇത് മുഴുവൻ സിം കാർഡാ. നിനക്ക് ഈ SMS മുഴുവൻ വിട്ടത് ഞാനാ. അച്ഛാ മോനെ, ഇനിയെങ്കിലും മോനൊരു കാര്യം മനസ്സിലാക്കണം, ഞാനില്ലെങ്കിൽ നീ ഇല്ല. അപ്പൊ അച്ഛനും മോനും കൂടെ ഒത്തിയേർന്നോണ്ടുള്ള പരിപാടിയാണത്. അത് തിരിച്ചെടുത്ത ലീഡറെ പിരിച്ചുവിടാനുള്ള മറുപടി ഉടനെ ഉണ്ടാവും. മോനെ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്താലും അവസാനം അത് എന്റെ തലയിൽ തന്നെ വന്ന് വീഴുക. മോനെ.